ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് ബ്രസീലിയൻ ആരാധകർ മാത്രമല്ല, ഫുട്ബോൾ ആരാധകർ തന്നെ ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ തിരിച്ചെത്തിയത്. ഇതിൻ്റെ പേരിൽ അങ്ങിങ്ങായി ചെറിയ ചില വിമർശനങ്ങളൊക്കെ കാർലോ ആഞ്ചലോട്ടിക്ക് ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് CBFന്റെ ഒരു സമ്മർദ്ദം കാരണമാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ആഞ്ചലോട്ടിക്ക് യഥാർത്ഥത്തിൽ നെയ്മറെ ഉൾപ്പെടുത്താൻ പ്ലാനുകൾ ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വ്യാഴാഴ്ച വരെ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടിക്ക് പ്ലാനുകൾ ഇല്ലായിരുന്നു. പക്ഷെ ആഞ്ചലോട്ടിയുടെ കോൺട്രാക്ട് റിന്യൂവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനവട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് CBF ആണ് ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ആഞ്ചലോട്ടിയുടെയും അദ്ദേഹത്തിന്റെ ഏജന്റിന്റെയും മുന്നിൽ വെച്ചത്. നമുക്കറിയാം, ആഞ്ചലോട്ടി 2030 വരെ കോൺട്രാക്ട് പുതുക്കി. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് CBF ആണ് ആഞ്ചലോട്ടിയോട് പറഞ്ഞത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം. അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് CBF നടത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് നെയ്മറെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് ബ്രസീലിൽ വലിയ രൂപത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാകും. അതുകൊണ്ടാണ് CBF ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ഈ ഒരു പരിശീലകനോട് നടത്തിയത്. മാത്രമല്ല, ബ്രസീലിയൻ ടീമിന്റെ സ്പോൺസർമാർ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം CBFൽ ചെലുത്തിയിരുന്നു. അതായത് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ അത് സ്പോൺസർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്പോൺസർമാർ CBFൽ നല്ല ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എല്ലാ സ്പോൺസർമാരുടെയും ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് CBF കാർലോ ആഞ്ചലോട്ടിയിൽ പ്രഷർ ചെലുത്തിയത്. അങ്ങനെ അവസാന നിമിഷം കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. എന്തൊക്കെയായാലും നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ഒരു പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് വൈകാതെ ഭേദമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വേൾഡ് കപ്പിൽ നല്ല ഒരു പ്രകടനം നെയ്മറിൽ നിന്നും ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.